ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാ സമയത്തും നാമം ജപിക്കാമോ? നാമം ജപിക്കുന്നതിന് സമയവും സന്ദർഭങ്ങളും നോക്കണോ? മരിച്ച വീടുകളിൽ പോകുമ്പോഴും മലമൂത്ര വിസർജനം ചെയ്യുമ്പോഴും ആഹാരം കഴിക്കുമ്പോഴും അശുദ്ധിയുള്ള സ്ഥലങ്ങളിൽ നിൽക്കുമ്പോഴുമൊക്കെ നാമം ജപിക്കാമോ? വളരെ നല്ല ചോദ്യമാണത്. അതിവിടെ നമുക്ക് പങ്കുവയ്ക്കാം. നാമം ജപിക്കുന്നത് സമയവും സന്ദർഭവും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഏതു സമയത്തും എവിടെ വെച്ചും ഏത് സന്ദർഭത്തിലും നാമം ജപിക്കാം. അതും ഓം എന്ന മന്ത്രത്തോടു കൂടി തന്നെ ജപിക്കാം. നാരായണ എന്ന് ജപിക്കുന്നതിന് പകരം ഓം നമോ നാരായണായ എന്ന് ജപിക്കാം. നാമജപം നടക്കേണ്ടത് മനസ്സിലാണ്. ശരീരത്തിന് അതുമായി യാതൊരു ബന്ധവുമില്ല. ചുണ്ടുകൾ അതിനൊരു ഉപകരണമാകുന്നു എന്നു മാത്രം. അശുദ്ധിയും ശുദ്ധിയുമെല്ലാം ശരീരത്തിന് മാത്രം ബാധകമാകുന്ന കാര്യങ്ങളാണ്. ആത്മാവിന് അതൊന്നും ബാധകമല്ല. നിരന്തരമായ പ്രാർത്ഥനയിലൂടെ, നാമജപത്തിലൂടെ മനസ്സിനെ ക്രമാതീതമായ സങ്കല്പങ്ങളെ ഇല്ലാതാക്കാൻ സാധിക്കും. സങ്കല്പങ്ങൾ ഒടുങ്ങുന്ന മനസ്സ് ക്രമേണ ധ്യാനത്തിലേക്ക് പ്രവേശിക്കും. ധ്യാനത്തിലൂടെ കുണ്ടലിനീയ ശക്തിയുണർന്ന് ഷഡാധാരങ്ങളിലൂടെ കടന്ന് അത് സഹസ്രാരത്തിൽ വന്ന് വിളങ്ങുന്നു. അങ്ങനെ സമ്പൂർണ്ണ സത്യമായ ബ്രഹ്മപ്രാപ്തിയെന്ന ആത്മാവിനെ ലക്ഷ്യം യഥാസമയം സാക്ഷാത്കരിക്കുന്നു. അതുകൊണ്ട് സദാസമയവും മനസ്സിൽ രാമ 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 എന്ന് ജപിച്ചുകൊണ്ടേയിരിക്കുക. മറ്റു ചിന്തകളൊന്നും പിന്നെ മനസ്സിൽ കയറി വരില്ല. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവം കൃഷ്ണാർപ്പണമസ്തു.